ഇങ്ങനെ മാരത്തണിന് ഡിഫറെന്റ് സ്റ്റേറ്റ്സിലും ഡിഫറെന്റ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ ആ ഒരു പലരുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ആ ഒരു കോണ്ടാക്ട്സ് ഒക്കെ ഇപ്പോഴും കീപ്പ് ചെയ്യാറുണ്ടോ? കൂടുതൽ പിന്നെ അത് തീർച്ചയായിട്ടും. കാരണം എനിക്ക് കൂടുതലും കോൺടാക്ട്സുകൾ അബ്രോഡ് ഒത്തിരി കോൺടാക്ട്സ് ഉണ്ട്. കാരണം റണ്ണേഴ്സ് ആണെങ്കിൽ റണ്ണേഴ്സ് കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. കാരണം ഞങ്ങളുടെ ലാസ്റ്റ് ഇയറിൽ ജാപ്പനീസ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വന്നിരുന്നു. അവരെ മീറ്റ് ചെയ്തു. അതിലുള്ള ഒരു സാറ് ഓടുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എടുത്തു. പുള്ളി എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു അപ് ടു ഡേറ്റ് പുള്ളിനായിട്ട് ഞാനിവിടെ ഒരു ഇതുണ്ട്. പിന്നെന്ന് വെച്ചാൽ എനിക്കെന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഇപ്പോൾ ഒരു ലൈഫ് പാർട്ടായി. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ എന്താണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാൻ എനിക്ക് ഇഷ്ടം. അതെ, ഇത് റണ്ണിംഗ് അല്ലാതെ കൂടെ ഉള്ളത് അതാണ്. കാരണം എനിക്ക് പാട്ട് പാടാനും പാട്ടും ഡാൻസ് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ലിസൺ, പാട്ട് കേൾക്കുക, വായിക്കുക. കാരണം അത് എനിക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു കാര്യമാണ്. ഞാൻ ഏത് സമയത്താണെങ്കിൽ കാരണം എനിക്ക് വിട്ടുപോകാൻ പറ്റാത്തൊരു കാര്യത്തിൽ 3 കാര്യങ്ങളാണ്: റണ്ണിങ്, ദെൻ പാട്ട്, ഡാൻസ്. കാരണം എനിക്ക് മൈക്കിൾ ജാക്സൺ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. ഇപ്പോഴും അതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും ജോലിയുണ്ട്, ഇതിനു വേണ്ടി റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഫിസിക്കലി ഫിറ്റ് ആവണം, അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിന്റെ ഇടയിലും ഈ ഒരു പാഷന് വേണ്ടിയിട്ടും ടൈം കണ്ടെത്താറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എന്ന് വെച്ചാല് എന്റെ സമയക്രമീകരണങ്ങൾ ഞാൻ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. പലർക്കുള്ള ഒരു പ്രശ്നമാണ്, എനിക്ക് സമയമില്ല, എനിക്ക് അത് ചെയ്യാനുണ്ട്, എനിക്ക് സമയമില്ല, എനിക്ക് ഒന്നിനും സമയമില്ല. എല്ലാവർക്കും ഉള്ളത് ഈ 24 hours ആണ്. അത് ബെൻസൺ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? 24 hours നമ്മളായിട്ടൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എത്ര സമയം യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ സ്നേഹിക്കുക, അത് ഏറ്റവും വലിയ ക്യാരക്ടറാണ് ഒരു സംഭവം. കാരണം നമ്മൾ മാക്സിമം നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സമയം കണ്ടെത്താൻ പറ്റും. ഇപ്പോഴത്തെ പലവരുടെയും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതുണ്ടല്ലോ, എനിക്കിതില്ലല്ലോ, എനിക്കതില്ലല്ലോ, മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, കാശുണ്ടല്ലോ, എനിക്കതില്ലല്ലോ. അങ്ങനെയാണ് പലവരുടെയും പ്രശ്നങ്ങള്. കമ്പാരിസൺ എന്നുള്ള ഒരു സംഭവം അത് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിജയമായിരിക്കും. കാരണം ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മച്ചി അപ്പുറത്തെ വീട്ടിലിടാം അവൻ അതുണ്ടല്ലോടാ, എടാ നീ ഇവൾക്ക് അതുണ്ടല്ലോടാ, എടാ അവളത് പഠിക്കാൻ പോകണ്ടാ. പക്ഷെ എൻ്റെ മോൻ്റെ കുറവും ഇതും എന്താണെന്നുള്ള കാര്യം അതറിയണമായിരുന്നു. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക, എന്നാൽ മാത്രം ഒരു വിഷയമുണ്ട്. പക്ഷെ കമ്പാരിസൺ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിൽ വിജയം ഉണ്ടാവില്ല. അവിടെ ആരൊക്കെ എന്തെങ്കിലും കാണിച്ചോട്ടെ, നമ്മളെ കൊണ്ട് കാണിക്കാൻ പറ്റും, നമ്മളത് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാല് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നം കാണുക, സ്വപ്നം കണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം പോസിബിൾ ആണ്. അതാണ് എന്റെ ലൈഫ്. കാരണം ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ആള് പോസിബിൾ ആയിട്ട് കാണിച്ച് എനിക്കത്. കാരണം ഞാൻ എന്ന് പറഞ്ഞ ഒരു സ്മോക്കർ ആയിരുന്നു, ഡ്രിങ്കർ ആയിരുന്നു. കാരണം എന്റെ കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഉദ്ദേശിച്ചെന്ന കാര്യം വെച്ചാൽ ഞാൻ എന്റെ ലൈഫില് ഞാൻ ഓർത്ത് ലഹരി പദാർത്ഥങ്ങളും അതുപോലെ തന്നെ ഈ മദ്യപാനവും ആയിരിക്കും നമ്മളുടെ ലൈഫിൽ വിജയം. അതാണെന്നുള്ളത്. പക്ഷേ അതാണ് ഇപ്പൊ നമ്മുടെ യുവജനങ്ങളെല്ലാരും, യുവതലമുറ എല്ലാരും, ഒരു ഭൂരിഭാഗം ആൾക്കാരും നശിച്ചു പോകാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ ആണ് ഈ ഡ്രഗ് അഡിക്ഷനും ഈ ഒരു സ്മോക്കിങ്ങും കാര്യങ്ങളെല്ലാം. പക്ഷേ എനിക്ക് അതെല്ലാം എങ്ങനെയാണ് ഓവർകം ചെയ്ത് ഇങ്ങനെ ഇത്രയും ഒരു പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റിയത്? കാരണം ഞാൻ പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനൊരു കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് ഒരു സ്ട്രോങ് പോസ് ഇടാൻ പറ്റിയത് എപ്പോഴാണ്, എങ്ങനെയാണ്? ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് ഞാൻ എല്ലാം പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. കാരണം ഞാൻ ഒരു ദിവസം വലിക്കുന്ന സിഗരറ്റിന്റെ പാക്കറ്റ് 3 to 4 പാക്കറ്റ്സ് ഞാൻ വലിക്കും. അപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാല് അറിയില്ല, വെറുതെ വലിക്കുകയാണ്. എന്തിനു വേണ്ടി വലിക്കുന്നു, വെറുതെ സമയം കിട്ടുമ്പോ വലിക്കുക, ചുണ്ടത്തും സിഗരറ്റ് മാറുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അത് പിയർ പ്രഷർ ആണോ അതോ ഫ്രണ്ട്സിന്റെ ആ ഒരു ഫ്രണ്ട്സ് ചെയ്യുന്ന കണ്ടിട്ടാണോ? അതോ ഫ്രണ്ട്സിൽ നിന്ന് തന്നെ കിട്ടിയതാണ് സിഗരറ്റ്, അത് കോമൺ ആണത്. പക്ഷെ അന്ന് അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. പക്ഷെ ഞാനത് അത് യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിൽ നിന്ന് പിന്മാറി. അപ്പൊ എന്റെ ഒരു കൂട്ടുകെട്ട് അതല്ല, എനിക്ക് അതിലും അപ്പുറത്തേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പക്ഷേ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം ഉടനടി നിർത്തിക്കളഞ്ഞു. കാരണം അത് എനിക്ക് വളരെ സൈഡ് എഫക്റ്റ് ആയിപ്പോയി. കാരണം അതിലെന്ന് പറഞ്ഞാൽ എനിക്ക്
മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഓ കാരണം മനസ്സിൽ പെയിൻ, കാരണം നാച്ചുറാലിറ്റി എന്താണെന്ന് എനിക്ക് അറിയില്ല. ഓ കാരണം ഇങ്ങനെ ഒരാളോട് സംസാരിക്കണം, അത്രയും ഒരു സെൽഫ് കോൺഫിഡൻസ് ലെവൽ തന്നെ കുറഞ്ഞു പോയിന്നാണോ ബെൻസൺ കോൺഫിഡൻസ്, അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളോട് തന്നെ എന്തോ ഒരു വെറുപ്പ് ഇല്ല, ഒരു എന്തോ പോലെ നമുക്ക്. കാരണം ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നുവെച്ചാല് ഭയങ്കര ഗ്രേഷൻ, ഭയങ്കര ഗ്രേഷൻ. കഴിഞ്ഞ കാര്യങ്ങൾ പാസ്റ്റിനെ കുറിച്ച് കുറച്ച് ചിന്തിക്കുന്നു, വീട്ടിൽ തന്നെ ഇരിക്കുന്നു, ഒരു 6 മാസം തന്നെ വീട്ടിൽ ഇരിക്കുന്നു, ഒരുപാട് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മനസ്സിനൊരു അത് ഒരു ഏത് പോയിന്റിലാണ് അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് വന്നത്? അത് ഞാൻ എപ്പോഴാണ് തീരുമാനം എടുത്തത്? എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു 2016 ഈ ഒരു സംഭവം എന്റെ ഇതിലേക്ക് വന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം പഠിക്കാൻ വേണ്ടി പോകുമ്പോഴും എനിക്ക് ആരെയും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ പഠനത്തിനോട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ പഠനം പാതി വഴി നിർത്തി, ഞാൻ ജോലിക്ക് ഇറങ്ങി. എന്റെ അമ്മച്ചിയും പപ്പയും എന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ടാക്കി. അവിടെ നിന്ന് ഞാൻ കുറച്ച് പണി പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഉദ്ദേശിച്ചു കുറച്ച് പൈസ ഉണ്ടാകും. അങ്ങനെ ഞാൻ റീറ്റെയിൽ സ്റ്റോപ്പിലേക്ക് പോയി. ഞാൻ വർക്ക് ചെയ്ത സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ എറണാകുളം മാർക്കറ്റിൽ, എറണാകുളം ജെട്ടി, നമ്മൾ ആ ഒരു മറ്റേ ചിൽഡ്രൻസ് പാർക്കിന്റെ അടുത്തുള്ള ഒരു മ്യൂസിയം, അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ബാർഗെയിനാണ്. നമ്മൾ ഒരാൾ പൈസ പറഞ്ഞാൽ നമ്മൾ അതിനെ മാക്സിമം ബാർഗെയിൻ ചെയ്ത് വർക്ക് ചെയ്ത ഒരാളാണ്. അവിടെ ഒരു 2 വർഷം വർക്ക് ചെയ്ത്, അവിടെ ഒരു വർഷം വർക്ക് ചെയ്ത്, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു മൊബൈൽ ഫീൽഡ് വർക്ക് ചെയ്തു. അങ്ങനെ ഒത്തിരി ഫീൽഡുകളിൽ മാറി അവസാനം ഞാൻ വീട്ടിലിരുന്ന് ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് വർക്കിന് പോകുന്നത്. വീട്ടുകാരും പ്രഷർ ചെയ്യാറില്ല, അവരെന്നെ നല്ലൊരു കൈത്തൊഴിലും കൊണ്ട് പഠിപ്പിച്ചു. പക്ഷെ എനിക്കത് വേണ്ടെന്ന് വെച്ച് ഞാൻ അത് വെറുതെ കളഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കുറെ നാൾ ഞാൻ വെറുതെ ഇരിക്കുന്നത്. അപ്പൊ അമ്മച്ചിക്കൊക്കെ ഭയങ്കര സങ്കടവും, കാരണം ഒരു മോനാവോ, എന്തെങ്കിലുമൊക്കെ ആവണ്ടേ. കാരണം എൻ്റെ ഒരു അങ്കിളുണ്ട്, പുള്ളിക്കാരനെ സംസാരിക്കുന്നില്ല. കാരണം പുള്ളിക്ക് ഒരു ചെറിയൊരു ഷോക്ക് പറ്റിയതാണ്. കാരണം പുള്ളി രാവിലെ നടക്കാൻ പോയ സമയത്ത് ആരോ കണ്ട് പുള്ളി പേടിച്ചു പോയി. പിന്നെ പുള്ളി ആ ഒരു സമയം മുതൽ ഇപ്പോൾ വരെ പുള്ളിക്ക് ഒരു പേടിയുണ്ട് പുള്ളിയുടെ മനസ്സിൽ. അപ്പൊ ആ ഒരു നിലയിൽ, ആ ഒരു അവസ്ഥയിൽ എൻ്റെ മകനാവുമോ എന്നുള്ളൊരു ആകുലത എൻ്റെ അമ്മയുടെ അകത്തുണ്ട്. അപ്പൊ എന്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, എനിക്കത് അതിജീവിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പൊ ഞാനപ്പോ എന്റെ അമ്മച്ചിയും പപ്പയും പ്രാർത്ഥിക്കണേ. അങ്ങനെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു അച്ഛൻ സണ്ണിയച്ചൻ. അപ്പൊ സണ്ണിയച്ചൻ്റെ അടുത്ത് എല്ലാവരും സംസാരിക്കും. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ പുള്ളിയോട് സംസാരിക്കും, പുള്ളി എനിക്ക് ഓരോ ഉപദേശങ്ങൾ പറയും. അങ്ങനെ കുറച്ച് ആൾ അങ്ങനെ പോയി. പിന്നെ ഞാൻ പിന്നെ മദ്യപാനവും ലഹരി വസ്തുക്കളും പിന്നെ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്ന വഴി ശരിയല്ല. ആ ഒരു ബോധം, ഇത് എവിടെ ചെന്ന് എത്തും എന്നുള്ളൊരു അവസ്ഥ വരെ എനിക്ക് എത്തി. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞെങ്കിൽ എന്റെ ഒരു 3-4 ഫ്രണ്ട്സിനെ എനിക്കിപ്പോ അവരെന്റെ കൂടെ ഇല്ല ഇപ്പൊ. കാരണം അവര് എന്ന് വെച്ചാല് അവരുടെ സിറ്റുവേഷൻസ് ആണ്. കാരണം ഒരാള് സൂസൈഡ് ചെയ്തു വെച്ചാല് ആ ഒരു 3-4 പേര് എന്ന് വെച്ചാല് നമ്മുടെ കൂടെ ഇല്ല ഇപ്പൊ, നമ്മൾ വിട്ടുപോയി. എന്ന് വെച്ചാല് അവർക്ക് മനസ്സിലായി നമുക്ക് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫാമിലിയുടെ ആർക്കും ഒരു ഉപയോഗം ഇല്ലാത്ത ജീവിതം എന്നുള്ള ഒരു ഇതിൽ വന്നപ്പോ അവരായിട്ട് തന്നെ ഡിസിഷൻ എടുത്തു, ഇനി എന്ത് ചെയ്യണം, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, അങ്ങനത്തെ ഒരു ലെവൽ. കാരണം അപ്പൊ എന്റെ മനസ്സിലും എന്റെ ആ ഒരു ചിന്തപ്പാട് വന്നു തുടങ്ങി, മനസ്സിലായി. അപ്പൊ ആ ഒരു മനസ്സിൽ പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഒരാളെ മീറ്റ് ചെയ്യുന്നതും ആ ഒരു മീറ്റ് ചെയ്യപ്പില് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി. കാരണം ഞാൻ പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഫോറിനർ ആയിട്ടാണ് ഞാൻ കോർഡിനേഷൻ ചെയ്തത്. അത് അറിയില്ല, നിമിത്തമായിരിക്കാം, എന്തോ ഒരു യൂണിവേഴ്സൽ എന്ന് പറയാം. പുള്ളി വന്ന് സംസാരിക്കലും പുള്ളിയുടെ കാര്യങ്ങൾ പറയലും ആത്മീയതയെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. കാരണം മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ആ ഒരു ഇതിനെ അതിജീവിക്കാൻ പറ്റില്ല. അപ്പോ ആ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പറഞ്ഞ എനിക്ക് തന്ന ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ബ്രീത്ത്, നമ്മുടെ ശ്വാസം. കാരണം യോഗയൊക്കെ ആയിട്ട് എത്രത്തോളം റിലേറ്റഡ് ആണ്? യോഗ എന്ന് പറഞ്ഞാല് വളരെയധികം ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. കാരണം എന്റെ യോഗ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സജി മാസ്റ്ററാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു വീട്ടില് പുള്ളി എന്നെ ക്ഷണിച്ച് പുള്ളി യോഗ പറഞ്ഞു തരാം. ഞാൻ 2-3 ക്ലാസ് പുള്ളിയുടെ അറ്റൻഡ് ചെയ്തു. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു കണ്ടിന്യൂ ചെയ്യുക. പക്ഷെ ഞാൻ റണ്ണിങ്ങിലേക്ക് ഫോക്കസ് ചെയ്തു. ശരിക്കും ഈ റണ്ണിങ് അല്ലെങ്കിൽ മാരത്തൺ അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ അത്ലറ്റിക്സ് ഇതിലൊക്കെ വരുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം തന്നെ ഈ മെന്റൽ ഹെൽത്തും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ? എന്താ വെച്ചാല് ഒരു സിനാരി ഉണ്ടായിരുന്നു. കാരണം ഞാൻ സ്പൈസ് കോഴ്സ് മാരത്തൺ ഓടാനുള്ള പ്രിപ്പറേഷൻ 2019. അപ്പൊ അന്ന് ഞങ്ങളുടെ റണ്ണിങ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ബെൻസൺ നീ ഒരിക്കലും ഫുൾ മാരത്തൺ ഓടണം, പ്ലേസിങ് വീഴില്ല.
രണ്ടു മൂന്ന് പേരുടെ പേര് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ് തരണമായിട്ട് ബെൻസൺ മാപ്പ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഡിമോട്ടിവേഷൻ. പക്ഷെ ഞാൻ അപ്പോഴും ഒന്നും പറഞ്ഞില്ല പുള്ളിയോട്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് 2019 ഞാൻ ഓടുമ്പോൾ എനിക്ക് പ്ലേസിങ് തേർഡ്, ഞാൻ തേർഡ് ഫിനിഷ് ചെയ്തു. അപ്പൊ പറഞ്ഞ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സച്ചിൻ്റെ നിന്ന് പ്രൈസും വാങ്ങി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം കൊറോണ കഴിഞ്ഞ് 2022 സെക്കൻഡ് വന്നു. 2023 ഞാൻ സെക്കൻഡ് വന്നു. അങ്ങനെ 3 തവണ സച്ചിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങി. കൊച്ചിയിൽ എന്ന് വെച്ചാൽ ഞാൻ കൊച്ചിയിൽ ഓടുമ്പോ എനിക്ക് വേറൊരു ഫീലാണ്. കാരണം ഒരു ഹോം ടൗൺ ആയോ? ഹോം ടൗണും പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ആ ഒരു നമ്മളുടെ ഇമോഷണൽ നശിക്കുമ്പോൾ കൊച്ചിയിൽ ഓടുന്ന ഒരു ഇമോഷനാണ്. കാരണം ഞാൻ ബാംഗ്ലൂരിൽ ഓടുന്നതിനേക്കാളും, കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. എത്രമാത്രം ഹാർഡായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ നമ്മൾ ഭയങ്കര ടയർഡായി പോകും. പക്ഷേ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വെതറാണ്, കംഫർട്ടബിൾ ആണ്, കുറെ റണ്ണേഴ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റക്കാണ് ഞാൻ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോ എന്ന് വെച്ചാല് ആ ഒരു ഡിമോട്ടിവേഷനാണ് ഞാൻ എന്റെ മോട്ടിവേഷനായിട്ട് എടുത്തത്. അപ്പം എനിക്കൊരു ആഗ്രഹം എങ്ങനെയെങ്കിലും സാധാരണ ഡിമോട്ടിവേറ്റ് ചെയ്യുമ്പോ അത് കേട്ട് എല്ലാരും തളരുക ചെയ്യാ. പക്ഷെ ബെൻസിന് അതിനെ ഓവർകം ചെയ്തിട്ട്, കാരണം എന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ, കാരണം എന്റെ ഒരു ഫ്രണ്ട്, എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന വേറെ പലരും പോയോ. സോ നമ്മൾ വെച്ചാല് നമ്മളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ മോട്ടിവേഷൻ കിട്ടാണ്ട് ഡിമോട്ടിവേഷൻ ആയ വ്യക്തിയാണ് ഞാൻ. കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നമുക്കും വരെ അവസാനത്തെ ഒരു ഇത് അവര് തന്നെ പറഞ്ഞു, എന്റെ മോനി നീ രക്ഷപ്പെടില്ല എന്നുള്ള അവസ്ഥ. അവര് വരെ കഴിവൊഴിഞ്ഞ അവസാനം എനിക്ക് പിന്നെ മകൻ എന്നുള്ളൊരു ഒരു. പക്ഷെ ഇപ്പൊ എത്രത്തോളം പ്രൗഡ് ആണല്ലേ ബെൻസിന്റെ പേരൻസും കസിൻസും വളരെയധികം പ്രൗഡ് എല്ലാരും. കാരണം എന്ന് വെച്ചാല് ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു അന്യനെ പോലെയാണ് എല്ലാരും പെരുമാറിക്കൊന്ന് വെച്ചാൽ. അപ്പോഴത്തെ സിറ്റുവേഷൻ അതായിരിക്കാം, പക്ഷെ എല്ലാവർക്കും ഒരു അറിയാലോ, ഒരു മാപ്പ് എന്നുവെച്ചാല് ഒരു പോയിക്കോട്ടെ. പക്ഷെ എന്നാലും നമ്മൾ മാറ്റി നിർത്തപ്പെട്ടു. കാരണം അത് അതിൽ നമ്മൾ കുറ്റപ്പെടുന്നില്ല, ആരെയും കുറ്റപ്പെടുന്നില്ല. പക്ഷെ അത് പക്ഷെ ഭയങ്കര ഹേർട്ട് ചെയ്തു നമ്മൾ. കാരണം ഒരു ഇത് വരും, സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്നവരെയാണ് നമ്മൾ കൂടുതലും. നമ്മളെ കൂടെ നിൽക്കുന്ന വിചാരിക്കുന്നവര് പലരും നമ്മളെ കൈയൊഴിയണ ഒരു അവസ്ഥ അല്ലെ. ബെൻസിന്റെ അച്ചീവ്മെന്റ്സിനെ പറ്റി ഒന്ന് പറയാവോ? നാളെ ഇതുവരെ എത്ര മാരത്തണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇപ്പൊ 2018 ഞാൻ ഇവന്റ് സ്റ്റാർട്ട് ചെയ്ത്. 2018 ഞാൻ സ്പൈസ് കോഴ്സ് മാരത്തോൺ അതിന്റെ ആദ്യത്തെ 42 കിലോമീറ്റർ 42 കിലോമീറ്റർ. then അത് കഴിഞ്ഞ് ഞാൻ 3 ഓടി. അത് കഴിഞ്ഞ് ഒത്തിരി ചെറിയ ചെറിയ ഇവന്റ്സുകൾ 10 കിലോമീറ്റർ 21 കിലോമീറ്റർ അങ്ങനെ ഒരു മാരത്തോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 35 മാരത്തൺസ് ഈ 27 വയസ്സിനുള്ളിൽ അത്രയും കംപ്ലീറ്റ് ചെയ്തു. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മാരത്തൺ ഇവന്റ് ഏതായിരുന്നു? ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള സച്ചിന്റെ എന്നുള്ള ഇവന്റ് തന്നെയാണ് ഏറ്റവും മെമ്മറബിൾ. തീർച്ചയായും അത് തന്നെ ആയിരിക്കുമല്ലോ. കാരണം ആ ഒരു സച്ചിന്റെ പ്രൈസ് വാങ്ങാൻ പോകുന്ന ആ ഒരു ഫീല് അത് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാറുന്നത്. കാരണം എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റോർ മാനേജറിന്റെ ഒരു ഫീലാണ്. കാരണം പുള്ളിക്കാരൻ എനിക്ക്, കാരണം ആ സിജിൻ എന്നാണ് പുള്ളിയുടെ പേര്, സ്റ്റോർ മാനേജർ. എനിക്ക് അതുകൊണ്ട് ഇപ്പോഴും ഉണ്ട്, പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഹാപ്പിനെസ്, കാരണം ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഒരു ഹാപ്പിനെസ്, എന്നെക്കാളും കൂടുതലും പുള്ളി സന്തോഷിക്കണം. കാരണം ആ ഒരു ഭയങ്കര ഫീൽ ആയിരുന്നു. ഞങ്ങള് ഒരുപാട് ബെൻസിനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ബെൻസിന് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ആരാ? വിശുദ്ധ ഡാമിയനാണ്. വിശുദ്ധ ഡാമിയന്റെ ബുക്കാണ് ഞാൻ വായിച്ചത്. അപ്പൊ ഡാമിയന്റെ ആ ഒരു സ്റ്റോറിയിലുള്ള ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. എന്ത് സ്റ്റോറിയാണ്? കാരണം പുള്ളി കുഷ്ഠരോഗികളെ ട്രീറ്റ് ചെയ്ത ആ ഒരു വഴി, അവസാനം ആൾക്ക് കുഷ്ഠരോഗം വന്ന് മരിക്കുന്നു. പക്ഷെ എന്നിലുള്ള ആ ഒരു അവസ്ഥയെ ഞാൻ കുഷ്ഠരോഗമായി കണ്ടു, മനസ്സിലായി. എന്നിട്ട് അതിനെ ഞാൻ തുടച്ചു മാറ്റുകയാണ്. കാരണം ഈ ഒരു കുഷ്ഠരോഗം എല്ലാവരിലും ഉണ്ട്. പക്ഷെ അവരായിട്ട് തന്നെ ശുശ്രൂഷിച്ചാൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുള്ളൂ. അപ്പോ അതില് ആ ഒരു മോചനത്തിന് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്തത്. കാരണം ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും തന്നെ അറിയാം, ഞാൻ ഓടാൻ പോകുന്നുണ്ട്, ഇങ്ങനെ പോഡിയം വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞാനിപ്പോഴും ഹാപ്പി ആയിട്ടുള്ള, കാരണം എനിക്ക് ആ ഒരു വിഷൻ, എൻ്റെ അണ്ടർ 3 hours എനിക്ക് മാരത്തൺ ഓടണം, സത്രി. അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ യുവതലമുറക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അവരവരുടെ വഴി തിരഞ്ഞെടുക്കുക. കാരണം സാധാരണ ഇപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് ആർക്കും ലഭിക്കാറില്ല. കാരണം പേരൻസിന്റെ ഡ്രീം അനുസരിച്ചിട്ടാണ്
പേരൻസ് കുട്ടികളെ പപ്പറ്റാക്കിയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പേരൻസിന്റെ ഒരു ഡ്രീമാണ് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ പലപ്പോഴും കാണുന്നത്. അപ്പൊ പാഷന് വേണ്ടി ജീവിക്കുക അല്ലെ. കാരണം ഞാൻ മെയിൻലി കണ്ട കാര്യം വെച്ചാല് ആൾക്ക് എന്താണ് ടാലന്റ് ആദ്യം അറിയാം, അതില് വർക്ക് ചെയ്യും, അവര് തന്നെ മനസ്സിലാക്കി. പിന്നെ അതുപോലെ തന്നെ വേറെ സംബന്ധിച്ച് ടാലന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാനുള്ള അവസരമുണ്ട്, കുഴപ്പമില്ല. ഇപ്പൊ എനിക്കറിയില്ല ഞാൻ ഓടുവാൻ പോകുന്നു, പക്ഷെ ഞാൻ ഓടുമ്പോൾ പാട്ട് ഓടുമ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ എനിക്കറിയാം. അത് എന്റെ ടാലന്റ് ആണ്, അത് നോർമലാണ്. പക്ഷെ സെക്കൻഡറി എന്നുള്ള റണ്ണിങ് ആണ്. റണ്ണിങ്ങിൽ ഞാനത് ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ട് തന്നെ, കാരണം ഇതുവരെ എനിക്ക് കോച്ചിങ് ആയിട്ടും, കാരണം ഞാൻ ഈ ട്രെയിനേഴ്സിനെ പറ്റി ഒന്ന് പറയാമോ? കാരണം എനിക്ക് ഫിസിക്കലായിട്ടുള്ള എന്റെ ബോഡി ജിമ്മിൽ എനിക്ക് ട്രെയിനേഴ്സ് ഉണ്ട്, കിരൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, പിന്നെ ഡൂയിറ്റ് ജിം ആയിരുന്നു എന്റെ മെയിൻ, പിന്നെ അതുപോലെ 777 ജിം, അങ്ങനെ ഒത്തിരി ജിംസ് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മെയിൻലി ജിം ട്രെയിനിങ് ആണ് കൂടുതലും. റണ്ണിംഗ് റിലേറ്റഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇതുവരെ എനിക്ക് അതുവരെ കോച്ചൊന്നുമില്ല. സ്വന്തമായിട്ട് ബുക്സ് വായിച്ചും പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്തിട്ടാണ് കൂടുതലും ചെയ്തത്. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു വ്യക്തിനെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. പുള്ളിക്ക് ഒരു 51 വയസ്സുണ്ട്. പുള്ളി എന്റെ വീടിന്റെ നെയ്ബറാണ്. ബെൻസിന്റെ ഈ ഒരു പാർട്ടിസിപ്പേഷനും മാരത്തൺ പാർട്ടിസിപ്പേഷനും ഒക്കെ കണ്ടിട്ട് ബെൻസിന്റെ കൂടെ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുണ്ട്? 53 വയസ്സില് ബെൻസിന്റെ അടുത്ത് വന്നിട്ട്. തീർച്ചയായിട്ടും, കാരണം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ സ്വിമ്മിംഗ് കോച്ചാണ്. അപ്പൊ പുള്ളിക്കാരൻ സ്വിമ്മിംഗ് ആണോ അറിയാം, പുള്ളിക്ക് റണ്ണിങ് താല്പര്യമുണ്ട്. പക്ഷെ റണ്ണിങ് പുള്ളി എന്നോട് എന്നും പറയും, ബെൻസ് എന്തുകൊണ്ട് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യാറ്, റണ്ണിങ് കോച്ച് സ്റ്റാർട്ട് ചെയ്യാറ്. ബെൻസിന് ഇപ്പൊ ഫിറ്റാണ്, എല്ലാ നോളജും ഉണ്ട്, അത്യാവശ്യം ഫെമിലിയർ ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, കാരണം എനിക്കൊരു സർട്ടിഫിക്കേഷൻ, കാരണം അതിനു വേണ്ടിയാണ് എൻ്റെ നെക്സ്റ്റ് ഒരു വർക്ക്. കാരണം അത് എങ്ങനെയെങ്കിലും സർട്ടിഫൈഡ് ആവുക, പിന്നെ അതുപോലെ തന്നെ കാരണം ഞാൻ ഈ അബ്രോഡ് പോയി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇന്റർനാഷണൽ എക്സ്പീരിയൻസും കൂടി നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ മെയിൻലി അതൊരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ മാൽദീവ്സ് പോയ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട്, കാരണം അദ്ദേഹം ഓഫർ ചെയ്തൊരു ട്രിപ്പാണത്. കാരണം അദ്ദേഹം ഞാൻ ലുലു മോളിൽ A6 വർക്ക് ചെയ്യുമ്പോൾ പുള്ളി ആക്ച്വലി അത്ലറ്റ് ആണ്, ഒളിമ്പ്യൻ ആണ്. പുള്ളി 800 മീറ്ററിൽ നാഷണൽ റെക്കോർഡൊക്കെ ഉള്ളതാണ്. പുള്ളിക്ക് ഹാർട്ട് പേസ് മേക്കറാണ് പുള്ളി വെച്ച്. കാരണം പുള്ളിയുടെ എവരി 6 മന്ത്സിൽ പുള്ളി വന്നിട്ട് അമൃത ഹോസ്പിറ്റലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് റീചാർജ് ചെയ്തിട്ട് പുള്ളി പോകും. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയ സമയത്ത് പുള്ളി വന്ന് ഞങ്ങളോട് ഒന്ന് പർച്ചേസ് ചെയ്യും. കാരണം പുള്ളിക്ക് സ്വന്തം ഒരു അക്കാദമി ഉണ്ട്, നസീർ സ്പോർട്സ് അക്കാദമി എന്നാണ് പുള്ളിയുടെ. അപ്പോൾ ആ സമയത്ത് പുള്ളിക്ക് എൻ്റെ ആ ഒരു സ്പോർട്സ് കൾച്ചറും റണ്ണിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയോട് ഷെയർ ചെയ്ത് പുള്ളി വളരെ ഇൻസ്പയർ ആയി. അപ്പോൾ പുള്ളി അന്നൊരു ഓഫർ ചെയ്ത് ബെൻസിന് മാൽദീവ്സ് വരുന്നുണ്ടെങ്കിൽ ബെൻസിന് ഫുൾ ചിലവ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം.